കൊല്ലം ഏഴുകോൺ കൈതക്കോട് പൊട്ടക്കിണറ്റിൽ മൃതദേഹം കണ്ടെത്തി. കൈതക്കോട് പാറയിൽ മുക്കിലെ ഒഴിഞ്ഞ പറമ്പിലെ കിണറ്റിലാണ് മൃതദേഹം കണ്ടത്. സമീപത്തു നിന്നും കാണാതായ വ്യക്തിക്ക് വേണ്ടി തിരച്ചിൽ നടക്കുന്നതിനിടെയാണ് കിണറ്റിൽ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. വിവരങ്ങളുമായി ഷമീർ അബ്ദുൾ ആണ് ചേരുന്നത്. ഷമീർ, എപ്പോഴാണ് ഈ മൃതദേഹം കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായത്? ഈ ഏറ്റവും ഒടുവിൽ പറഞ്ഞിരിക്കുന്ന പോലെ സമീപത്തു നിന്നും കാണാതായ വ്യക്തിക്ക് വേണ്ടി തിരച്ചിൽ നടക്കുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. ഈ കാണാതായ ആളുമായി എന്തെങ്കിലും സാമ്യമുണ്ടോ? ഇക്കാര്യത്തിൽ മറ്റു വിവരങ്ങൾ എന്തെല്ലാമാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്? സംഗീത, ഏതാണ്ട് അരമണിക്കൂർ മുമ്പാണ് ഇത്തരത്തിൽ സമീപത്തെ ഒരു പൊട്ടക്കിണറ്റിൽ ഒരു മൃതദേഹം കണ്ടെത്തിയ നാട്ടുകാർ പോലീസിന് വിവരം അറിയിക്കുന്നത്. ഈ കൈതക്കോട് തന്നെയുള്ള ഒരു പാറക്കുളത്തിൽ സമീപത്തായിട്ടുള്ള ഒരു വ്യക്തിയെ കാണാനില്ലെന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ, അതായത് മാർച്ച് 25-ാം തീയതി മുതൽ ആ വ്യക്തിയെ കാണാനില്ല എന്ന മധ്യവയസ്കനാണ്. കാണാനില്ല പരാതിയെ തുടർന്ന് പോലീസ് അവിടെ ഒരു പരിശോധന ഇന്നലെ മുതൽ ഈ പാറക്കുളത്തിൽ നടത്തുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു മൃതദേഹം ഇവിടെ കാണപ്പെടുന്നത്. സമീപത്തായിട്ടുള്ള ഈ പാറക്കുളത്തിനടുത്തോട് ചേർന്നിട്ടുള്ള ഒരു പറമ്പിലെ പൊട്ടക്കിണറ്റിലാണ് ഒരു മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. ഈ മൃതദേഹം ഇപ്പോഴും പുറത്തെടുത്തിട്ടില്ല. ഇത് പുറത്തെടുക്കണമെങ്കിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരടക്കം അവിടേക്ക് വരണം. വന്ന ശേഷം ഈ മൃതദേഹം പുറത്തെടുക്കും. ഇതിനുശേഷം മാത്രമായിരിക്കാം ഈ മരിച്ച വ്യക്തി നമ്മൾ നേരത്തെ പറഞ്ഞ മിസ്സിംഗ് ആയിട്ടുള്ള ആളാണോ എന്ന കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ. നിലവിൽ മൃതദേഹം കമിഴ്ന്നു കിടക്കുന്ന നിലയിലാണ് ഇപ്പോൾ കാണപ്പെടുന്നത്. എഴുകോൺ പോലീസ് സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. എന്തായാലും മാർച്ച് 25-ന് കാണാതായ വ്യക്തിയായിരിക്കാം എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. അത് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. എന്തായാലും പ്രാഥമികമായി മൃതദേഹത്തിന്റെ മുഖം പുറത്തുനിന്ന് നോക്കുന്നവർക്ക് കാണാൻ കഴിയാത്ത നിലയിലാണ് കാണപ്പെടുന്നത്. എന്തായാലും പോലീസും ഫോറൻസിക് വിദഗ്ധരും അതുപോലെ തന്നെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും എത്തിയാൽ മാത്രമേ ഈ മൃതദേഹം പുറത്തേക്കെടുത്തുള്ള ഒരു പരിശോധന നടത്തുകയുള്ളൂ. സംഗീത. ശരി ഷമീർ, കൊല്ലം ഏഴുകോൺ കൈതക്കോടാണ് പൊട്ടക്കിണറ്റിൽ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. ഷമീർ അബ്ദുള്ളാണ് അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പങ്കുവച്ചത്.